കുവൈറ്റിൽ താമസക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ശക്തമായ ക്യാമ്പയിനുകൾ നടപ്പാക്കുന്നു. മന്ത്രാലയത്തിന്റെ വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സുരക്ഷാ പരിശോധനകൾ നടത്തുന്നത്. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയം സബ അൽ അഹമ്മദ് മറൈൻ ഏരിയയിൽ തീവ്രമായ സുരക്ഷാ ക്യാമ്പയിൻ നടത്തി. പൊതുസുരക്ഷാ കാര്യങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി മേജർ ജനറൽ ഹമീദ് മനാഫി അൽ ദവാസ്, ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ സെക്ടർ മേധാവി ബ്രിഗേഡിയർ അബ്ദുള്ള അഹമ്മദ് അൽ അത്തീഖി, ക്രിമിനൽ സെക്ടർ മേധാവി ബ്രിഗേഡിയർ അബ്ദുള്ള വാഹബ് അഹമ്മദ് അൽ വാഹിദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലാണ് നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തത്തോടും കൂടിയാണ് ക്യാമ്പയിൻ നടത്തിയത്. സുരക്ഷ നിലനിർത്തുന്നതിനും നിയമലംഘകരെ പിടികൂടുന്നതിനുമുള്ള തുടർച്ചയായ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ, മയക്കുമരുന്ന് നിയന്ത്രണ വകുപ്പ്, സുരക്ഷാ ഡയറക്ടറേറ്റ് സെക്ടർ, ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ സെക്ടർ, സ്വകാര്യ സുരക്ഷാ സെക്ടർ എന്നിവ ഉൾപ്പെടെയുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒന്നിലധികം മേഖലകൾ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. അതിന്റെ ഭാഗമായി 1844 ഗതാഗത നിയമലംഘനങ്ങളും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും കൈവശം വെച്ച 2 പേരെയും, താമസ തൊഴിൽ നിയമ ലംഘനങ്ങൾ നടത്തിയവരെയും, തിരിച്ചറിയൽ രേഖയില്ലാത്തവരെയും, വിവിധ കേസുകൾ അകപ്പെട്ട് ഒളിച്ചു താമസിക്കുന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജുഡീഷ്യറി അന്വേഷിക്കുന്ന 5 വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. സമൂഹത്തിന്റെയും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ കാത്തുസൂക്ഷിക്കുന്നതിനായി വിവിധ പ്രദേശങ്ങളിൽ തീവ്രമായ സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്നും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും അത് കൃത്യമായി നടപ്പാക്കുമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.